മഴത്തോട് മുമ്പിലെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അലീനാണെങ്കിലും നമ്മളെ ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരണ്യ ഇത് കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ രോഹിത് ആണെങ്കിൽ പിന്നെ ശരണ്യ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് കേട്ടോടനെ നമ്മളെ ബാലേന്ദ്രൻ പതി കേൾക്കാത്ത പതിയാണല്ലേ. നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ നേരെ ശരണ്യ അടുത്തും പോലീസിൻ്റെ അടുത്തൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകാനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അലീനെ പറയുന്നുണ്ട്, അച്ഛ പോകണ്ടെന്നല്ലേ പറയുന്നത്, ശരണ്യ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ്റെ അടുത്ത്. നമ്മളെ മനു ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു ആണെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ രോഹിത് ആണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവനെ ജയിലിൽ നിന്ന് ഇറക്കിയല്ലേ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അലീനെ പറയുന്നുണ്ട്, അതിപ്പം ശരണ്യ അടുത്താണെങ്കിൽ അവരാരും സത്യാവസ്ഥ പറയാനൊന്നും താമസിക്കത്തില്ല, അതുമല്ല പിന്നെ ശരണ്യയുടെ ജീവനും ചിലപ്പോൾ ആപത്തായിരിക്കും എന്നൊക്കെ നമ്മൾ അലീനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നമ്മൾ ബാലേന്ദ്രനും അതുപോലെ മനു ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവർ വന്ന് അലീനയുടെ അടുത്ത് എന്തൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അലീനാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷനായിട്ടൊക്കെ നിൽക്കും കേട്ടോ. വെറുതെ ആവശ്യമില്ലാതെ തന്നെ ശരണ്യ പറഞ്ഞ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് അബദ്ധമായി പോയോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലൊക്കെ നമ്മൾ അലീനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.